റെഫറൻസ് തരേണ്ട ആൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെ നമുക്ക് 3 ബാരിയേഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. എന്തുകൊണ്ടാണ് ആഗ്രഹം ഉണ്ടെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലും അവർ നമുക്ക് റെഫറൻസ് തരാത്തത്, അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ തരാൻ മടിക്കുന്നത്? ഒന്ന്, ദേ ആർ നോട്ട് കംഫർട്ടബിൾ. വിത്ത് ഇറ്റ്. റെഫറൻസ് കൊടുക്കുക എന്ന് പറയുന്നത്, ഈവൻ ദോ ഐ ഗെറ്റ് എ ഗുഡ് സർവീസ് ഓർ എ പ്രൊഡക്റ്റ്, ഞാനത് മറ്റൊരാൾക്ക് റെഫർ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നാളെ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറ്റം എന്നിലേക്ക് ചാർത്തപ്പെടും. ഇതിനു മുന്നേ അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. നമ്മൾ മറ്റൊരാളെ സഹായിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അവർ നമ്മളുടെ ശത്രുവായി മാറിയതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. അത് ഉള്ളത് കൊണ്ട് തന്നെ റെഫറൻസ് തരാൻ ഒരു കസ്റ്റമർ കംഫർട്ടബിൾ അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. സോ ചോദിക്കുന്ന നമ്മൾക്കും തരാൻ നിൽക്കുന്ന അവർക്കും, അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്കും, രണ്ടുപേരും ഒരു അൺകംഫർട്ടബിൾ സ്റ്റേറ്റിലാണ്. നമ്മളും അവരും ഒരു അൺകംഫർട്ടബിൾ സ്റ്റേറ്റിലാണ്. കാരണം ആ ഓൾഡ് റെഫറൻസ് അവർക്ക് കൊടുത്തിരിക്കുന്ന റിസൾട്ട്, അല്ലെങ്കിൽ അവരോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, അവർക്കുള്ള അനുഭവം അതാണ്. അതുകൊണ്ട് തന്നെ ആ റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. കാരണം അവരുടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഈ ഒരൊറ്റ റെഫറൽ കാരണം തകർന്നു പോകുമോ എന്ന ഹൈ റിസ്ക് എലമെൻ്റ് അവിടെ വരുന്നുണ്ട്. സോ ദേ ആർ നോട്ട് കംഫർട്ടബിൾ. അപ്പോൾ അവരെ കംഫർട്ടബിൾ ആക്കി എടുക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ അവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കണം. എന്തിനു വെറുതെ നമ്മളുടെ നല്ലൊരു ബന്ധം ഇല്ലാതാക്കണം? അപ്പം അത്രയും കംഫർട്ടബിൾ ആണ് എങ്കിൽ മാത്രമേ, അത്രയും കോൺഫിഡൻസ് അവർക്കുണ്ടെങ്കിൽ മാത്രമേ അവർ റെഫർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ കോൺഫിഡൻസ് വരുത്താൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നതിന് അവർക്ക് അത്രയും വലിയൊരു റീസൺ കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്പർ 2, എന്താണ് റെഫർ ചെയ്യാൻ ആളുകൾ മടിക്കുന്നത്? നമുക്കറിയാം, സെയിൽസിൻ്റെ അകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രോസ്പെക്റ്റിംഗ്. എന്താ? ഐഡിയൽ കസ്റ്റമറിനെ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ അവർക്കൊരു നല്ല റീസൺ കൊടുത്തു, അവർക്ക് ഒരു ബെനിഫിറ്റ് കൊടുത്തു, അല്ലെങ്കിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സാറിന് ഇന്ന ഓഫർ തരാമെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ അവർക്കൊരു ഡിസ്കൗണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ അവർക്കൊരു റിവാർഡ് നമ്മൾ പറഞ്ഞു, അവരെ കംഫർട്ടബിൾ ആക്കി എന്നിരിക്കട്ടെ. അടുത്ത പ്രശ്നം വരുന്നത്, അവർക്ക് ആഗ്രഹമുണ്ട്, ഇപ്പം കംഫർട്ടും ഉണ്ട്, പക്ഷേ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് പ്രോസ്പെക്റ്റിംഗ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് തന്നെ എത്ര ബുദ്ധിമുട്ടാണ് ഒരു ക്വാളിഫൈഡ് കസ്റ്റമറെ കണ്ടെത്തുക എന്ന് പറയുന്നത്. അപ്പം അവരെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ കസ്റ്റമറെ കുറിച്ച് അവർ പോയിട്ട് 1, 2, 3 പേരോട് പറയുമായിരിക്കും, ഇത് 3 റിജക്ഷനാണ് വരുന്നത് എങ്കിൽ അതൊക്കെ പറ്റിയില്ല, അതൊന്നും കാര്യമില്ല, അതൊന്നും കൊള്ളില്ല, അതിനൊക്കെ മികച്ച ഒരു ടീം എൻ്റെ കയ്യിലുണ്ട് എന്ന് അവരിങ്ങോട്ട് പറയുമ്പോഴത്തേക്കിന് നമുക്ക് തന്നെ അറിയാം, സെയിൽസിൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. അപ്പോൾ അവർ അത് ചെയ്യാത്തതിൻ്റെ റീസൺ, ദേ ആർ നോട്ട് ഏബിൾ ടു ഐഡൻറ്റിഫൈ അവർ അവതാർ. അതുകൊണ്ട് തന്നെ സെയിൽസിൽ നമുക്ക് പോലും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് പ്രോസ്പെക്റ്റിംഗ്. അതുകൊണ്ട് തന്നെ ആരാണ് നമ്മളുടെ അവതാർ, ഇത് ആരോട് പറയണം, ആരോട് പറയരുത് എന്ന് കൃത്യമായി അവരെ പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ 1, 2 സ്ഥലത്ത് നിന്ന് റിജക്ഷൻ കിട്ടി കഴിയുമ്പോഴത്തേന് ഇവർ എന്നേക്കുമായിട്ട് റെഫറൻസ് താഴ്ത്തി വെക്കും. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈസ് ഇൻ ഐഡൻറ്റിഫൈങ് ന്യൂ ക്ലയൻസ്, ന്യൂ അവതാർ. നമ്മുടെ അവതാറിനെ, ക്വാളിഫൈഡ് ക്ലയൻസിനെ കണ്ടെത്തുന്നതാണ് നമ്മളുടെ ബിസിനസ്സിലെ സെയിൽസിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമുക്കറിയാം. അപ്പം അത്രയും ബുദ്ധിമുട്ടാണ് 365 ദിവസവും ഇതും കൊണ്ട് നടക്കുന്നത്. നമുക്കും നമ്മുടെ സെയിൽസ് ടീമിനും പ്രോസ്പെക്റ്റിംഗ് പ്രശ്നമാണെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും നമ്മളുടെ ക്ലയൻറ്റിന്, ശരിയല്ലേ? സോ ഡോണ്ട് പുട്ട് ഓൾ ദ ബർഡൻസ്, പ്രോസ്പെക്റ്റിംഗ് ബർഡൻസ് എടുത്ത് നിങ്ങളുടെ കസ്റ്റമറുടെ തോളിലേക്ക് വെച്ചു കൊടുക്കരുത്. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. കൃത്യമായി നമ്മുടെ ഐഡിയൽ ക്ലയൻറ്റ് ആര് എന്നവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ ജോലിയാണ്. എന്തുകൊണ്ട് ക്ലയൻറ്റ് റെഫറൽ തരുന്നില്ല ഈവൻ ഇഫ് ദേ ആർ സാറ്റിസ്ഫൈഡ്? റീസൺ നമ്പർ 3, അവൻ്റെ മനസ്സിലെ 3ാമത്തെ ബുദ്ധിമുട്ട്, ഐഡിയൽ ക്ലയൻറ്റിനെ കിട്ടി എന്നാൽ പോലും നമ്മുടെ സെയിൽസുകാർക്ക് പോലും 10 പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ 1, 2, 3 ക്ലോസിങ്ങേ നടക്കുന്നുള്ളൂ. അപ്പോൾ
ഇത്രയും പ്രാക്ടീസ് ഉള്ള നമ്മുടെ ടീമിന് അത്രയും ബുദ്ധിമുട്ടാണ് ക്ലോസിംഗ് എങ്കിൽ വാട്ട് അബൌട്ട് യുവർ ടീം, വാട്ട് അബൌട്ട് യുവർ ക്ലയൻറ്റ്? അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും അത്? സോ റീസൺ നമ്പർ 3, ക്ലോസിംഗ്. 1, അവർ കംഫർട്ടബിൾ അല്ല. 2, പ്രോസ്പെക്റ്റിംഗ്, ഐഡിയൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് പിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. 3, ഐഡിയൽ ക്ലയൻറ്റ് കംഫർട്ടബിളായി ഐഡിയൽ ക്ലയൻറ്റ് വന്നു എന്നാൽ പോലും ആ ക്ലോസിംഗ് എന്ന് പറയുന്നത്. സോ ഇതുകൊണ്ടാണ് ഇതിനെ റെഫറൽ ബാരിയേഴ്സ് എന്ന് വിളിക്കുന്നത്. കാരണം അവർക്ക് സെയിൽസ് അറിയില്ല. അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണലായിട്ട് നിൽക്കുന്ന ഒരു ക്ലയൻ്റ് ആണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത്രയൊക്കെ സ്റ്റെപ്പുകൾ കടന്ന് ഇത്രയും ബുദ്ധിമുട്ടി നമുക്ക് റെഫറൻസ് തരേണ്ട ആവശ്യം എന്താണ് അവർക്ക്? സോ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു മേക്ക് ഇറ്റ് ഈസി ഫോർ ദം. ഈ 3 പ്രശ്നങ്ങളാണ് അവരുടെ ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി എന്താണ്? മേക്ക് ഇറ്റ് ഈസി ഫോർ ദം.